വൈകിട്ട് ആദ്യം ശ്രീ ജോർജ് ജോസഫിലേക്ക്. ശ്രീ ജോർജ് ജോസഫ്, ഇക്കാര്യത്തിൽ യഥാർത്ഥ ട്രാക്കിൽ തന്നെ, ശരിയായ ട്രാക്കിൽ തന്നെ അന്വേഷണ സംഘം പോകുന്നുണ്ടോ? അധികം വൈകലുകൾ ഇക്കാര്യത്തിൽ ഉണ്ടായില്ല. അന്വേഷണ സംഘം രൂപീകരിച്ച് തൊട്ടു പിന്നാലെ തന്നെ ഈ പരാതികൾ സ്വീകരിച്ചു. അതിന് പിന്നാലെ തന്നെ പരാതിക്കാരുടെ മൊഴികളും എടുത്തിട്ടുണ്ട്. എഫ്ഐആറും ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് രഹസ്യമൊഴിയിലേക്ക് കടക്കുന്നു, പ്രാഥമിക തെളിവുകൾ ശേഖരിക്കുന്നു. ഒരു വൈകൽ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നില്ലല്ലോ. താങ്കൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് ഈ അന്വേഷണ സംഘത്തിൽ നിന്ന്? അവർക്ക് തെളിവുകൾ ശേഖരിക്കുവാനും നടന്മാരുടെ അറസ്റ്റിലേക്ക് പോകുവാനും ഇപ്പോൾ കഴിയുമോ ഇല്ലയോ? അറസ്റ്റ് ഉടനെ ഒന്നും ഉണ്ടാകും തോന്നുന്നില്ല. കാരണം ഇപ്പോൾ അവരുടെ മൊഴി രേഖപ്പെടുത്തുകയാണ്, എഫ്ഐആർ തയ്യാറാക്കുകയാണ്. അതിനുശേഷം ചില നടിമാരെ 164 കോടതിയിൽ രേഖപ്പെടുത്തും. മൊഴി ഉറപ്പിക്കുകയാണ് ആദ്യം ചെയ്യുന്ന പരിപാടി. അത് ആ ആക്ട്രസിൻ്റെ എല്ലാവരുടെയും മൊഴി രേഖപ്പെടുത്തുന്ന ലേഡീസാണ്. കാരണം അവർക്ക് തുറന്ന് സംസാരിക്കാം എല്ലാ കാര്യത്തിലും. IPS 4 യങ്സ്റ്റേഴ്സായ IPS ഓഫീസേഴ്സാണ്. അത് എന്തായാലും ഹൈക്കോടതിയിലെ ഒരു ഡയറക്ഷൻ പോലീസ് പ്രതീക്ഷിക്കുന്നുണ്ട് 10-ാം തീയതി വരെ. അതിനിപ്പുറം ഒരു അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത കുറവായിട്ട് എനിക്ക് തോന്നുന്നത്. അല്ല, ഈ ഹൈക്കോടതിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ ഹൈക്കോടതിയിൽ അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള വാദമല്ലേ നടക്കാൻ പോകുന്നത്? അതും ഇതും തമ്മിൽ നമുക്ക് ബന്ധിപ്പിക്കേണ്ടതുണ്ടോ? അതല്ലാതെ നടന്മാർ അവർക്ക് മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയുള്ള അപേക്ഷയുമായി ഇപ്പോൾ കോടതിയിലേക്ക് പോകുന്ന കാഴ്ചയാണല്ലോ. മുകേഷ് പോയിരുന്നു, സിദ്ദിഖ് ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അതിൽ മുകേഷിന്റെ അറസ്റ്റ് 3-ാം തീയതി വരെ തടഞ്ഞിട്ടുമുണ്ട്. മുൻകൂർ ജാമ്യം പരിഗണനയ്ക്ക് എടുത്തിട്ടില്ല. 3-ാം തീയതി വരെ അറസ്റ്റ് തടഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ താങ്കൾ പറഞ്ഞത് ശരിയാണ്, ഉടൻ അറസ്റ്റിലേക്ക് പോകില്ല. പിന്നെയുള്ളവർ മണിയമ്പിള്ള രാജുവാണ് ഒരാൾ, പിന്നെ ഇടവേള ബാബു. ഇവർക്കെതിരെയും ഈ 376 ചുമത്തിയിരിക്കുകയാണ്. അപ്പോൾ റേപ്പ് ചാർജ് കൂടി അതിൽ വരികയാണ്. പക്ഷെ ജയസൂര്യയുടെ കാര്യം പറയുകയാണെങ്കിൽ 354 ഉള്ളൂ. ലൈംഗിക അതിക്രമം എന്ന കാര്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ജയസൂര്യക്ക് ജാമ്യമില്ലാത്ത വകുപ്പാണെങ്കിൽ പോലും അത്ര ഗുരുതരമാകില്ല നടപടിയെന്ന് കരുതാമല്ലോ. അതെ, ജയസൂര്യക്ക് ജാമ്യം കിട്ടാനുള്ള സാധ്യത തെളിയുന്നുണ്ട്. അതേസമയത്ത് 376 വരുന്നവർക്കൊക്കെ ജാമ്യം എന്തായാലും ലഭിക്കില്ല എന്നാണ് ഞാൻ വരുന്നത്. പക്ഷേ അതിലേക്ക് ഇപ്പം പോലീസ് പോകില്ല, അന്വേഷണം കുറച്ചുകൂടെ മുന്നോട്ട് പോകും. കാരണം ഇവിടെ ഈ IPS ഓഫീസേഴ്സ് യങ്സ്റ്റേഴ്സാണ്, അവർക്ക് അന്വേഷണത്തിന് വലിയ പഠിത്തമില്ല. അവരെ മൊഴി രേഖപ്പെടുത്തുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അന്വേഷണം വെറ്റർമാർ 2 SP-മാരുണ്ട്, അജിത്തുമുണ്ട്, അവിടെ മറ്റൊരു ക്രൈംബ്രാഞ്ച് SP ഉണ്ട്. അവരിലേക്ക് SIT സ്പെഷ്യൽ ടീം അവർ ഈ അന്വേഷണമായിട്ട് മുന്നോട്ട് പോകും. അവരെ സഹായിക്കാൻ ഈ IPS ഓഫീസേഴ്സ് യങ്സ്റ്റേഴ്സ് വനിതകളും ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നത്. പക്ഷേ ഈ 376 എങ്ങനെയാണ് അവരെ അറസ്റ്റ് റെക്കോർഡ് ചെയ്യാതെ, റിമാൻഡ് ചെയ്യാതെ, കസ്റ്റഡി വാങ്ങാതെ അവരെ എങ്ങനെയാണ് ജാമ്യം കൊടുക്കാനുള്ള സാധ്യത? അല്ലെങ്കിൽ കേസ് അത്ര വീക്കാവും. സിദ്ദിഖിൻ്റെ കേസ് അത്ര വീക്കല്ല. കാരണം അതിൽ കഴിഞ്ഞ ദിവസം ഇന്നലെയൊക്കെ ഇന്നും തെളിവെടുത്തപ്പം മസ്കറ്റ് ഹോട്ടലിൽ ആ വന്ന ഡേറ്റ് 2016 ജനുവരി 28 അവിടെ എൻട്രി ഉണ്ട്. ആ എൻട്രിയിൽ വിസിറ്ററായിട്ട് ആ നടി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ പേര്. അവർ പറയണത് ഇവിടെ കലാഭവനിലെ ഒരു സിനിമയുടെ പ്രിവ്യൂ കാണാൻ ഇങ്ങനെ വിളിച്ചു. സിദ്ദിഖ് വിളിച്ചപ്പം അവർ കലാഭവനിൽ വന്നു, അത് സിനിമ കണ്ടു. അതിനുശേഷം അടുത്ത സിനിമയുടെ നായികയായിട്ട് തന്നെ ഫിക്സ് ചെയ്യാം, അതിനുള്ള ചർച്ചയാണ്. അതുകൊണ്ട് ഞാൻ മസ്കറ്റ് ഹോട്ടലിലുണ്ട്, അവിടെ വരാൻ പറഞ്ഞു. മസ്കറ്റ് ഹോട്ടലിൽ ആ സിദ്ദിഖിൻ്റെ പേര് തന്നെയാണ് അവിടെ മുറി എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഡേറ്റ് കൃത്യമായി. അത് കലാഭവനിൽ ആ തിയേറ്ററിൽ, വഴുതക്കാട് ആ തിയേറ്ററിൽ അന്നത്തെ ആ ദിവസത്തെ ഡേറ്റും ഇതുമായിട്ട് പൊരുത്തപ്പെടുന്നുണ്ട്. ഒരേ ദിവസം തന്നെയാണത്. പിന്നെ അവർ അതിക്രൂരമായി ആ മുറിയിലിട്ട് 1 മണിക്കൂർ കൊണ്ട് അയാൾ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. അത് എന്താണ് അവിശ്വാസക്കുറവ്? ഡേറ്റ് എല്ലാം കറക്റ്റായി. പിന്നെ അവരുടെ കയ്യിൽ ഡിജിറ്റൽ എവിഡൻസും കാണും, വിളിച്ചതും വരുന്നതും പോകുന്നതും തീർച്ചയായിട്ടും കാണും. അപ്പോൾ അതൊക്കെ പോലീസിനെടുക്കാം. പിന്നെ ഒരു പഴുത് സിദ്ദിഖിൻ്റെ കേസിനകത്ത് ഞാൻ കാണുന്നില്ല. പക്ഷേ സിദ്ദിഖിന് ഒരു മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ട് FIR-ൻ്റെ കോപ്പിയും മറ്റ് കോടതിയിൽ ഇതുവരെ വന്നിരിക്കുന്നതിൻ്റെ എല്ലാം കോപ്പികൾ അദ്ദേഹത്തിന് കിട്ടണം, ജാമ്യത്തിന് മൂവ് ചെയ്യട്ടെ. അല്ല, അതിനുവേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നുമുണ്ട്. ഇക്കാര്യത്തിൽ മുഴുവൻ ആളുകളുടെയും കാര്യം എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ പ്രതിപട്ടികയിലേക്ക് വന്നിട്ടുള്ള എല്ലാവരുടെയും കാര്യം എടുക്കുമ്പോൾ സിദ്ദിഖിന്റെ കാര്യത്തിലാണ് കൂടുതൽ ഈ തെളിവുകൾ ശേഖരിക്കുന്നതിന് വേണ്ടി കൂടുതൽ എളുപ്പം അന്വേഷണ ഉദ്യോഗസ്ഥർക്കെന്ന് തോന്നുന്നു. കാരണം
ഒരു നടിയുടെ മൊഴി അത് സിദ്ദിഖിനെതിരെ. പക്ഷേ അപ്പുറത്തെ സൈഡിലാണെങ്കിൽ ഒരാൾ തന്നെ മൊഴി നൽകിയിരിക്കുന്നത് 4 നടന്മാർക്കെതിരെയാണ്. അത് മാത്രമല്ല, ഈ കാലയളവ് നോക്കുകയാണെങ്കിൽ ഈ സിദ്ദിഖിന്റെ കാര്യത്തിൽ അത്രയും വർഷങ്ങളായിട്ടില്ല ഈ സംഭവം നടന്നിട്ട്. അങ്ങനെ ഒരു തെളിവ് ശേഖരിക്കുന്നതിൽ ഒരു അനുകൂല ഘടകം പോലീസിനുണ്ടല്ലോ. പിന്നെ താങ്കൾ മൊത്തത്തിൽ ഈ പോലീസിന്റെ സമീപനം നോക്കുമ്പോൾ ഈ സമ്മർദ്ദം കാരണം ഇങ്ങനെ ഒരു അന്വേഷണം നടക്കുന്നു, ഒരു അറസ്റ്റിലേക്കെങ്കിലും പോയില്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം സർക്കാരിനെതിരെ ഉണ്ടാകുമോ? അത്തരത്തിലൊരു സമ്മർദ്ദം ഭരിക്കുന്നുണ്ടോ ഈ അന്വേഷണ സംഘത്തെ? അത് ഇപ്പം തൽക്കാലം അത് പറയാൻ കാരണം ഗവൺമെൻറ്റും അന്വേഷണ സംഘവും എല്ലാം ഈ 10-ാം തീയതി വെയിറ്റ് ചെയ്യുകയാണ്. കാരണം അത് ഈ റിപ്പോർട്ട് മുഴുവൻ അത് അൺസെൻസേർഡ് ആയിട്ടുള്ള മുഴുവൻ റിപ്പോർട്ട് ഡിവിഷൻ ബെഞ്ചാണ് പരിശോധിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഓർഗനൈസ്ഡ് ഒഫൻസ് ഉള്ള എത്ര നടന്മാർക്കെതിരായിട്ട് പറഞ്ഞിരിക്കുന്നത്, തീർച്ചയായിട്ടും അത്രയും നടന്മാർക്കെതിരായിട്ട് FIR ഇട്ടേ പറ്റൂ. അപ്പോൾ കോടതി അതിന് ശക്തമായ നടപടി എടുക്കണമെന്ന് തന്നെ ആയിരിക്കും വരുന്നത്. പോലീസിന് തന്നെ എന്തിനാ പേടിക്കുന്നത്? അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യും. കാരണം എവിഡൻസ് കളക്ട് ചെയ്യാനുള്ള ശ്രമത്തിൽ തന്നെയാണ് മാക്സിമം. അത് പഴക്കമുള്ള പണ്ടത്തെ കേസാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇവരെല്ലാം ആക്റ്റീവായിട്ട് അന്നും ഇന്നും സിനിമാ ഫീൽഡിൽ നിൽക്കുന്നവരാണ്. അതേസമയത്ത് ഈ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന പല എന്ന് പറഞ്ഞാൽ ഇടവേള ബാബു, അതുപോലെ മണിയമ്പിള്ള രാജു, അതുപോലെയുള്ള 3-4 പേർക്ക് എതിരായിട്ടുള്ള 376 തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ കാര്യം അല്പം ബുദ്ധിമുട്ട് തന്നെയാണ്. അതേസമയത്ത് ജയസൂര്യയുടെ സെക്രട്ടേറിയറ്റ് വെച്ചിട്ട് അവരെ ഒന്ന് കയറി പിടിച്ചു, ബാത്റൂമിൽ വെച്ച് പോകുന്ന സമയത്ത് അതിലപ്പുറത്തോട്ട് സഞ്ചരിച്ചിട്ടില്ല. അതുപോലെ എറണാകുളത്ത് വെച്ചുള്ളത് അത് പുള്ളിയുടെ 2 ആരോപണങ്ങളിലും പുള്ളിക്ക് 354 പരിധിയിൽ അപ്പുറത്തോട്ട് പോകുന്നുള്ളൂ. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഇനി കുറേ അധികം പേരുടെ പേരിൽ കേസെടുക്കാനുണ്ട്. കാരണം ഇനി അത് വരാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പം തന്നെ 3-4 പേര് സിദ്ദിഖിൻ്റെയും രഞ്ജിത്തിന് ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം രഞ്ജിത്തിന് ഒരു കേസ് കൂടെ വരുന്നുണ്ട്, ഒരു ഹോമോസെക്ഷൽ കേസ് കൂടെ വരുന്നുണ്ട്. കാരണം അതൊന്നും അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ, അദ്ദേഹത്തിൻ്റെ മൈൻഡ് അതൊക്കെ എങ്ങനെയാണെന്ന് ഇപ്പം എത്ര വികൃതമാണ് എന്നിപ്പം നമുക്ക് മനസ്സിലായി തുടങ്ങി. അപ്പോൾ ആ ഒരു കേസും ഇപ്പം എടുക്കേണ്ടി വരും. അപ്പോൾ അതൊരു 377 അങ്ങനെയുള്ള അൺനാച്ചുറൽ ഒഫൻസിലുള്ള കേസ് ഒരെണ്ണം കൂടെ വരും. അത് അദ്ദേഹത്തിൻ്റെ പേരിൽ 354, 452 ഇടാനുള്ള സാധ്യത കൂടുതലുണ്ട്. എന്തായാലും നോക്കട്ടെ. ആ ബംഗാൾ നടി ഏതായാലും കേസിലേക്ക് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് അതിനൊക്കെ ജാമ്യം കിട്ടാനുള്ള സാധ്യത ഉണ്ട്. എങ്കിലും ഈ അൺനാച്ചുറൽ ഒഫൻസിൻ്റെ ആ ഒരു കേസ് കൂടെ എടുക്കേണ്ടി വരും. അത് ബാംഗ്ലൂരാണ്, കോഴിക്കോട് വെച്ച് അത് കണ്ടിന്യൂയിങ് ഒഫൻസ് ആയതുകൊണ്ട് ഇവിടെയും കേസെടുക്കാം, ബാംഗ്ലൂരും കേസെടുക്കാം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കേസിനകത്തും ജാമ്യം കിട്ടാൻ എന്തായാലും ജാമ്യം കിട്ടാൻ എളുപ്പമായിരിക്കും. കാരണം ഒരു റിമാൻഡോ കസ്റ്റഡിയുടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കസ്റ്റഡി കൊടുക്കാതിരിക്കാൻ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കേസുകൾക്കൊക്കെ 2-3 ദിവസം കൂടെ റിമാൻഡ് ചെയ്തിട്ട് പോലീസിൻ്റെ കസ്റ്റഡി കൊടുത്തിട്ട് ഒരാഴ്ച കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു 8-10 ദിവസം കഴിഞ്ഞാൽ ജാമ്യം ലഭിക്കാൻ സാധ്യതയുണ്ട്. അതേസമയത്ത് പോലീസ് ഹൈക്കോടതിയുടെ ഡയറക്ഷൻ അനുസരിച്ച് ഇങ്ങനെയുള്ള കേസുകൾ ഒരു 10, 30, 45 ദിവസത്തിനകം അത് കുറ്റച്ചാർജ് കൊടുത്താൽ അത് തീർച്ചയായിട്ടും അത് റിമാൻഡിൽ കിടന്ന് തന്നെ അവർക്ക് തീർച്ചയായിട്ടും റിമാൻഡിൽ കിടന്ന് തന്നെ ചാർജ് ഷീറ്റ് കൊടുക്കേണ്ടി വരും.